കേരളത്തിലെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ് കിഴക്കൻ മലയോര പ്രദേശമായ ഇടുക്കി. ഇടുക്കി ഒരു സമ്മിശ്ര സംസ്കാരമുള്ള മണ്ഡലമാണ് എന്ന് തന്നെ പറയാം. കാസർഗോഡ് പോലെ ധാരാളം തമിഴ് സംസാരിക്കുന്നതായിട്ടുള്ള തോട്ടം തൊഴിലാളികൾ വർഷങ്ങളായി താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇടുക്കി. ഇടുക്കിയിലെ പ്രധാനമായിട്ടുള്ള തൊഴിൽ എന്ന് പറയുന്നത് തോട്ടം തൊഴിലും മറ്റ് കാർഷിക പ്രവർത്തനങ്ങളുമാണ്. ഇപ്പോൾ ഇടുക്കി പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത് അവിടുത്തെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള വന്യജീവി ആക്രമണമാണ്. നിരന്തരമായി വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾ ഇടുക്കി മണ്ഡലത്തിന്റെ കിഴക്കൻ മേഖലകളിലുണ്ട്. ഇപ്പോഴും അവർ രാത്രിയും പകലും അത്യന്തം ഭീതിജനകമായ ഒരു പരിസരത്താണ് താമസിക്കുന്നത്. താരതമ്യേന തോട്ടം തൊഴിലാളികൾ എന്ന രീതിയിൽ വളരെ ചെറിയ വരുമാനം മാത്രമുള്ള ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ, ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അവിടുത്തെ ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ നാളിതുവരെ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരുടെ എക്കാലത്തെയും പരാതി. അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്നതായിട്ടുള്ള നിയമസഭാ സാമാജികരാകട്ടെ പാർലമെന്റ് അംഗങ്ങളാകട്ടെ ഫലകരമായി പ്രവർത്തിക്കാൻ അവർക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം പരക്കെ ഉണ്ട്. അത് അവരുടെ ഉദാസീനത കൊണ്ടാണ് എന്ന് പറയുക വയ്യ. കാരണം അത്രയേറെ സങ്കീർണമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നു കയറി കൃഷി നശിപ്പിക്കുന്നതും ജനങ്ങളെ ഉപദ്രവിക്കുന്നതും, എന്തിനു പറയട്ടെ ചവിട്ടിയും കുത്തിയും ഒക്കെ കൊല്ലുന്നത് പോലും അവിടുത്തെ ഒരു സാധാരണ കാഴ്ചയായി മാറിയിരിക്കുന്നു. ബാങ്കിൽ നിന്ന് കടമെടുത്തും മറ്റും കൃഷി ചെയ്യുന്ന ധാരാളം ആളുകൾ അവരുടെ കൃഷി നശിക്കുമ്പോൾ ആശ്ചര്യമായി ആഴക്കയത്തിൽ മുങ്ങിക്കിടന്ന് നിലവിളിക്കുകയാണ്. അവിടുത്തെ ജനപ്രതിനിധികൾ അവരെ കൊണ്ടാവുന്നതൊക്കെ കുറെ ചെയ്യുന്നു എങ്കിൽ പോലും അവിടുത്തെ പ്രശ്നങ്ങൾ പലതും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ അവശേഷിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അവിടെ വലിയ മഴക്കാലം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മലയിടിച്ചിലുകൾ, അതുമൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ. പിന്നെ അവിടുത്തെ എക്കാലത്തെയും ശാപമാണ് അവിടുത്തെ അനധികൃത കുടിയേറ്റവും കയ്യേറ്റവും മറ്റും. അങ്ങനെ പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഇടുക്കി മണ്ഡലം. അവിടെ ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അവിടെ തന്നെ ആവർത്തിച്ച് മത്സരിച്ച് ഏറ്റുമുട്ടിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീമാൻ ഡീൻ കുര്യാക്കോസും LDFന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ജോയ്സ് ജോർജും തമ്മിലാണ്. 2014 തെരഞ്ഞെടുപ്പിൽ ഇതേ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അന്ന് LDFന്റെ പ്രതിനിധിയായിരുന്ന ജോയ്സ് ജോർജ് ശ്രീ ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തി. എന്നാൽ 2019 നടന്നതായ തെരഞ്ഞെടുപ്പിൽ ഇവർ തന്നെ വീണ്ടും ഏറ്റുമുട്ടിയപ്പോൾ ജോയ്സ് ജോർജിനെ പരാജയപ്പെടുത്തി ഏതാണ്ട് 1,71,000 ചില്വാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡീൻ കുര്യാക്കോസ് വിജയശ്രീലാളിതനായി. അപ്പോൾ അവിടുത്തെ പ്രത്യേക കൗതുകം എന്ന് പറയുന്നത് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഒരേ സെറ്റ് സ്ഥാനാർത്ഥികൾ രണ്ട് മുന്നണികളായി മത്സരിച്ചപ്പോൾ ഫലം മാറിയും മറിഞ്ഞും വന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു മൂന്നാമത്തെ ഊഴത്തിന് വേണ്ടി രണ്ടുപേരും ശ്രമിക്കുകയാണ്. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരുടെ പേരുകൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. UDFന്റെ സ്ഥാനാർത്ഥിയായി നിലവിലുള്ള MP ആയ ഡീൻ കുര്യാക്കോസും LDFന്റെ പ്രതിനിധിയായി CPMന്റെ ജോയ്സ് ജോർജും. ജോയ്സ് ജോർജിനെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രത്യേകത ഇപ്പോൾ എടുത്തു പറയേണ്ടത് 2019 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നമായി പോലും സ്വീകരിക്കാതെ ഇടതുപക്ഷ സ്വതന്ത്രൻ എന്ന പേരിലാണ് അന്ന് മത്സരിച്ചത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലാകട്ടെ അദ്ദേഹം യഥാർത്ഥത്തിൽ CPMന്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുകയാണ്. അതിന് പ്രത്യേകമായ കാരണം പാർട്ടിയെ സംബന്ധിച്ച്
പാർട്ടിയുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച് ജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം അനുസരിച്ചാണ് അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള അംഗീകാരം നിലനിർത്താൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ബോധപൂർവം ഇടതുപക്ഷ പിന്തുണയുള്ള സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകളെ എല്ലാം പൂർണ്ണ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി തന്നെ കരുതി അവരുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുകയാണ്. മറ്റൊരു ഉദാഹരണമാണ് എറണാകുളത്തെ VL ഷൈൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. അവിടെയും മുൻപ് ഇടതുപക്ഷ സ്വതന്ത്രനെയാണ് CPM പരീക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടെ ഒരു സ്കൂൾ അധ്യാപികയെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെ മത്സരിപ്പിക്കുകയാണ് എറണാകുളത്ത്. അപ്പോൾ ഇടുക്കിയിലെ മത്സരം വീണ്ടും ഒരു തനി ആവർത്തനം ആണ് എന്ന് പറഞ്ഞാലും അതിൽ തെറ്റുണ്ടാവുകയില്ല. ഡീൻ കുര്യാക്കോസ് വീണ്ടും ജോയിസ് ജോർജുമായി ഏറ്റുമുട്ടുകയാണ്. ഇടുക്കി മണ്ഡലം ഇപ്പോൾ പൊതുവെ കേരള സമൂഹത്തിൽ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടുത്തെ ഒരു മുൻ മന്ത്രിയും ഇപ്പോൾ നിയമസഭാ സാമാജികരുമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകന്റെ പ്രഭാഷണം അദ്ദേഹത്തിന്റെ ഭാഷാശൈലിയൊക്കെ ഒരു പൊതുപ്രവർത്തകൻ എത്രമാത്രം നിലവാരമില്ലാത്തവനാകും എന്നതിൻ്റെ മകുടോദാഹരണമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 48 മണിക്കൂർ മുൻപ് അദ്ദേഹം പൊതുവേദിയിൽ 2 പ്രവർത്തകരെ, പ്രത്യേകിച്ച് മത്സര രംഗത്തുള്ള യുവ പ്രവർത്തകനായ ഇപ്പോൾ പാർലമെന്റിൽ അംഗമായിരിക്കുന്ന അന്തസ്സും ആഭിജാത്യവും സംസ്കാരവുമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ വളരെ ഹീനവും നീചവുമായ ഭാഷയിൽ ഒരു മുൻ മന്ത്രി വിശേഷിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ മറ്റൊരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിനെയും അദ്ദേഹം വളരെ വില കുറഞ്ഞ തരംതാണ ഭാഷയിൽ അധിക്ഷേപിച്ചിരിക്കുകയാണ്. ഇത്രയും രാഷ്ട്രീയ ദുർഗന്ധം പരത്തുന്ന ഒരു പ്രഭാഷകൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല. അത് കേരളത്തിന് അപമാനമാണ്. കേരളത്തിൻ്റെ സംസ്കാരത്തിന് വളരെയധികം ജീർണത ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. ഒരു പൊതുപ്രവർത്തകൻ വിചാരിച്ചാൽ പോലും കേരളത്തിൻ്റെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ ഡീൻ കുര്യാക്കോസ് ആകട്ടെ അതിനോട് ആ തരത്തിൽ പ്രതികരിക്കാതെ അദ്ദേഹം അതിന് സ്വതസിദ്ധമായ രീതിയിൽ അദ്ദേഹം പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ജോയിസ് ജോർജും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികൾ, മറ്റുള്ള നേതാക്കന്മാരൊന്നും തന്നെ ഈ മുൻമന്ത്രിയുടെ പ്രഭാഷണത്തെ നാളിതുവരെ ഈ സമയം വരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതും സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അവർ ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും അവർ ഇങ്ങനെ പറയുന്ന ആളുകളെ വിലക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അത് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഡീൻ കുര്യാക്കോസ് അവിടെ വിജയം നേടി. അവിടെ അതിനപ്പുറമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റമുള്ളതായി തോന്നുന്നില്ല. അവിടെ പേരിന് NDA മുന്നണിയുടെ സംഗീത വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു അഭിഭാഷകയെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുകയാണ്. അവിടുത്തെ രസകരമായ സംഗതി, ഇടുക്കി മണ്ഡലം NDA മുന്നണിയുടെ ഘടകകക്ഷിയായ BDJS വിട്ടുകൊടുത്തിരിക്കുകയാണ്. ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് 2 ദിവസം മുമ്പ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു വനിതയെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഒരുപക്ഷെ അവർ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പൊതുസമൂഹം കരുതുന്നത്. ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഒരു രാഷ്ട്രീയ പ്രവർത്തന പശ്ചാത്തലവും ഇല്ലാത്ത ഒരു ആളിനെ മത്സരത്തിന് വേണ്ടി മത്സരിക്കാൻ ഇറക്കുക എന്ന് പറയുന്ന ഒരു വഴിപാടാണ് BDJS നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ത്രികോണ മത്സരം എന്നതിൻ്റെ 7 അയലത്ത് പോലും പോകുന്നില്ല. യഥാർത്ഥ മത്സരം ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലെ പോലെ LDFും UDFും തമ്മിലാണ്. രണ്ടുപേരും തുല്യ ശക്തികളാണ്. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ചില മണ്ഡലങ്ങളൊക്കെ LDFിൻ്റെ നിയമസഭാ സാമാജികരാണ് പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ അവിടെ കേരള കോൺഗ്രസിന് നിർണായകമായ സ്വാധീനമുള്ള
ഒരു പ്രബലമായ സമൂഹം, ക്രൈസ്തവ സമുദായം അവിടെയുണ്ട്. പക്ഷേ രണ്ട് സ്ഥാനാർത്ഥികളും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരാണ്, ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തൊടുപുഴയും മറ്റും ശക്തമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവരുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും കരുത്തുറ്റരായ പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തിൽ ഒട്ടും കുറവില്ലാതെ തന്നെ ഡീൻ കുര്യാക്കോസിനെ തെരഞ്ഞെടുത്ത് അയക്കാനാണ് അവർ വ്യാപകമില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു മുൻ മന്ത്രിയുടെ പ്രസ്താവനയൊക്കെ ഡീൻ കുര്യാക്കോസിന് ദോഷത്തെക്കാളേറെ ഗുണമേ ചെയ്യുകയുള്ളൂ എന്ന് വേണം കരുതാൻ. എന്തായാലും വാശിയേറിയ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഒരു ആൾ മുൻ MP ആണ്, ഒരാൾ നിലവിലിരിക്കുന്ന MP ആണ്. അപ്പോൾ രണ്ട് MP മാർ തമ്മിലുള്ള മത്സരമായതുകൊണ്ട് ഏതാണ്ട് സമപ്രായക്കാരാണ്, യുവാക്കളാണ്, അനുഭവ സമ്പത്തുകൾ ഉള്ളവരാണ്, ചെറുപ്രായത്തിൽ അതിനെ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയവരാണ്. ഡീൻ കുര്യാക്കോസ് ആണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ പ്രസിഡന്റ് ആയിരുന്നു, KSUവിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യം വേണ്ടുവോളമുണ്ട്. ജോയ്സ് ജോർജ് താരതമ്യേന കുറെ കൂടെ രാഷ്ട്രീയ രംഗത്ത് പുതുമുഖമാണ് എന്ന് പറയാം. എന്നാലും അദ്ദേഹവും ഒരു തവണ ഇടുക്കിയെ പാർലമെന്റിൽ പ്രതിനിധീകരിച്ച ആളാണ്. അതുകൊണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു മത്സരം തന്നെയാണ് ഇടുക്കിയിൽ നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. വിജയം സുനിശ്ചിതം എന്ന് പറയുവാൻ ഇരു കൂട്ടർക്കും ഇപ്പോൾ സാധ്യമല്ല. എന്നാൽ ഡീൻ കുര്യാക്കോസിന്റെ ഒരു പശ്ചാത്തലവും പ്രവർത്തന രീതിയും അദ്ദേഹത്തിന്റെ മാന്യതയും സൗമ്യതയും ഒക്കെ അദ്ദേഹത്തിന് ഏറെ ഗുണം ചെയ്യുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.